46 ആൾക്കാരുണ്ടായിരുന്നു. 5 ആൾക്കാരായിരുന്നു ലെഫ്റ്റ് പോയി എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ നമ്മളെ കൂടുതൽ ഓവർ പ്രഭാഷണം കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല, ജോലി തിരക്ക കാരണം കൊണ്ടായിരിക്കും. ഒരാൾ കുടുംബപരമായ ചില പ്രശ്നം കൊണ്ട് അന്നൊന്ന് ഒഴിവാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിവാക്കി കൊടുത്തതാണ്. അതാണ് നമ്മളെ ഗ്രൂപ്പിൻ്റെ ചുരുക്കം ചില സംഭവത്തിൽ രൂപീകരിക്കാനുണ്ടായൊരു കാരണം. പിന്നെ പല കൂട്ടരും ഇപ്പം ഇന്ന് രാവിലെ വരെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇപ്പം പല കൂട്ടരും വിളിച്ച് ഇങ്ങോട്ട് എന്നെ ഗ്രൂപ്പ് ചേർക്കണം. ഇപ്പോൾ രാജീവനുണ്ടായിരുന്നു, രാജീവൻ എൻ്റെ കൂടെ എപ്പോൾ ഉണ്ടാകുന്നതാണ്, പക്ഷേ രാജീവൻ ആഡ് ചെയ്തില്ല. ഞാൻ മിക്കവാറും ഞാൻ വിചാരിക്കും, വേറെ നിങ്ങളെ കുറ്റം പറയുന്നില്ല, നമ്മളെ കൂടുതൽ സംഭാഷണമായിരിക്കും രാജീവൻ്റെ കൃത്യമായിട്ട് നമുക്കെല്ലാം പിന്നെയും കുറച്ച് മാറി വയ്ക്കാൻ പറ്റും. രാജീവൻ അത് പറ്റൂല, അപ്പോൾ ഞാൻ ചേർത്തിട്ട് പ്രയാസമായി പോകുമോ. ജലീൽ എന്നോട് തുറന്ന് പറഞ്ഞു, എൻ്റെ സുനി എനിക്ക് ഇഷ്ടമായതാണ്, പക്ഷെ ഞാൻ ഇത് സഹിക്കാൻ കഴിയണ്ടേ, ഇത് അത്ര ഞാൻ വായിക്കണ്ടേ, അതുകൊണ്ട് ഞാനങ്ങനെ പോകരുത്, നീ ഒന്നും വിചാരിക്കില്ല, നീ എന്ത് പരിപാടിയുണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാൻ എന്തായാലും അതിൽ ആക്റ്റീവായിട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് ചേർന്നതിന് എനിക്കൊരു ഗുണം തോന്നിയ, നമുക്കെല്ലാവർക്കും കുറച്ചൊരു പ്രായം പറഞ്ഞു, കുറച്ച് ചെറുതായ വരില്ല, എല്ലാവരും ചെറുത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം, എപ്പോൾ ശ്രീനാഥ് ഓർമ്മിപ്പിക്കുക, വയസ്സിപ്പോൾ ഒരു നമ്പറാണ്. വയസ്സൊരിക്കലും ഒരു നമ്പർ മാത്രമല്ല. ദിവ്യാട്ടിനെ സമയം ഇഷ്ടപ്പെടൂല എന്നത് പറയുമ്പോൾ ദിവ്യാട്ടിൻ്റെ ക്ലാസ് എടുക്കുന്നതാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയാം, വയസ്സൊരിക്കലും നമ്പറല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് മതത്തിലായാലും നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യമുണ്ട്. നമ്മളെ ലാസ്റ്റ് കാലം പിടിക്കാൻ വരുന്ന ഒരു ഇത്, കാലിനങ്ങനെ പണിയൊരിക്കാതെ നിർത്തിക്കാണില്ല. കാരണം എന്താ പറയുക, കാലം പറഞ്ഞ് ഒരു കാരണമില്ലാണ്ട് പോയിട്ട് ഞാൻ ഓരോരുത്തരും ഇങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാതെ പ്രശ്നമുണ്ട്, അപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ദൈവം വിളിച്ച് കാലിന്, നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി നീ കൃത്യമായി ചെയ്യണം, അത് ചെയ്തില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും നിയമിക്കുന്നു പറഞ്ഞു. അപ്പം കാലിന് ശമ്പളം ഉണ്ടാവില്ല, കൂലി ഉണ്ടാവില്ല, ചോറുണ്ടാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയല്ലോ. അങ്ങനെ എന്തായാലും പറഞ്ഞ് അതിന് എന്തെങ്കിലും ഒരു കാരണം മുൻകൂട്ടി കുറേ അറിയിക്കേണ്ടതെന്ന് പറഞ്ഞു. അതല്ലേ മുൻകൂട്ടി എല്ലാ കാര്യത്തിനും ആദ്യമേ നമ്മൾ നോട്ടീസ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അതാണ് നമുക്ക് വരുന്ന മുട്ടുവേദന, നടുവേദന, അതിതൊക്കെ വന്ന ഷോൾഡർ വേദന. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് ഡോക്ടറിനെ കാണിച്ച് പരിപാലിച്ച്. ഞാൻ ഈ പ്രായമുള്ള പ്രായമല്ല, നമ്മൾ ഈ ഏജിൻ്റെ ആ ഒരു ഇതിലായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങളുടെ കൂട്ടായ്മയിൽ എൻ്റെ ഭാര്യ വളരെ ആക്റ്റീവായി കാണുകൊണ്ട് മാത്രമാണ് ഞാനും ഇവിടെ എത്തിച്ചേർന്നുള്ളത്. 1983-84 വർഷത്തിൽ ചൊവ്വ ഹൈസ്കൂളിൽ 10ാം തരത്തിൽ പഠിക്കുകയും പിന്നെ 4 പതിറ്റാണ്ട് 40 വർഷത്തിന് ശേഷം അവർ ഒത്തുചേരുകയും ചെയ്യുന്ന ഒരു അപൂർവ സംഗമമാണ്. ഇത്തരം ഗ്രൂപ്പുകൾ ധാരാളം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് വന്ന ഇത്തരം ഗ്രൂപ്പ് ധാരാളമുണ്ട്. നിങ്ങളുടെ പഴയ ഇപ്പോൾ പലർക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞു. ഇതിനോട് വേറൊരു സ്ത്രീ പറഞ്ഞു, അവിടെ വന്ന് ആരെങ്കിലും അറിയേണ്ടി വെച്ചു. അത്രക്കും നമ്മൾ 40 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് പലപ്പോഴും പലരും കണ്ടുമുട്ടുന്നത്. ഇവിടെ നിന്ന് ഇപ്പം അങ്ങനെ തന്നെയാണ് അനുഭവം. കാരണം കുറച്ചു കാലം അറിയാം എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ 83-84 വരുമ്പം എനിക്ക് പിന്നെ നിങ്ങളൊക്കെ ഇവിടുത്തെ സ്കൂളിലാണ്, ഞാനങ്ങനെ ചൊവ്വ സ്കൂളിൽ താമസമാണല്ലോ. അവിടെ നോക്കും പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്, സ്കൂളിൽ പോയിട്ടുണ്ട്. സീനക്കാരൻ കൂടി ഇപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, സീന പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രത്യേകിച്ചാൽ ചൊവ്വ സ്കൂളിൽ അടുത്ത 30 മീറ്റർ മാറിയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. 2014 മുതൽ താമസിക്കുന്നത്. അതുകൊണ്ട് ആ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും
അവിടുത്തെ രാവിലത്തെ പ്രാർത്ഥനയാണെങ്കിൽ വൈകുന്നേരം ദേശീയ ജനഗണമനയാണെങ്കിൽ കുട്ടികൾ ബഹളമാണ് എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കാട്ടുമ്പോൾ ബന്ധം ഇപ്പം നമ്മൾക്ക് അവസ്ഥമായിട്ടുണ്ട്. അതാണ് ഒരു പ്രത്യേകത. 83, 84 നിങ്ങൾ നോക്കുക ഊഹിച്ചു എന്താണ് ഞാനൊന്ന് പറയേണ്ടത് നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് 83, 84 നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. നിങ്ങളാലോചിക്കും, എനിക്കറിയില്ല, ഞാൻ സങ്കല്പിക്കുന്നു. ഇതേ സമയത്ത് തന്നെ ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു 83, 84. നിങ്ങളൊരു ടേണിംഗ് പോയിന്റ്, അതായത് എല്ലാ 10ാം ക്ലാസ്സുകാരും പാസ്സായതിൻ്റെ ബന്ധം വിട്ടു പോകാതെ പല ഭാഗത്തും ഇന്നത്തെ വിദ്യാഭ്യാസം മറ്റു പല മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനും ആ സമയത്ത് 1984 സർസൈകൾ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. നിങ്ങൾ കോളേജിലേക്കും അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ പോകുമ്പോൾ ഞാൻ പഠിപ്പ് നിർത്തിയാണ്. അവിടെ സെക്കൻഡ് ഇയർക്ക് പഠിപ്പ് നിർത്തി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ് സംശയം അല്ല, എന്താണ് കാണുന്നത്? എന്നോട് സർക്കാർ പറഞ്ഞു നിങ്ങൾ പഠിക്കണ്ട, നേരെ പോലീസിലേക്ക് പോകാം, പണി തരാം. ഞാൻ ആദ്യം PhD എഴുതിയ ഒരു ജോലിയിൽ അങ്ങനെ ഞാൻ പോവുകയാണ്. ചൊവ്വയായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. 84 മുതൽ ഇത്രയെങ്കിലും ചൊവ്വയിലെ ബന്ധം എനിക്ക് ഒരു ബന്ധം. പക്ഷേ നിങ്ങൾ 2000 ആ വർഷം ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എനിക്ക് സങ്കല്പിക്കുന്നത് ഞാൻ കോമ്പൗണ്ടിൽ ഗോൾ കളിക്കുന്ന സമയത്ത് ഞാൻ ഈ ചൊവ്വ വഴി പോയിട്ടുണ്ട്. എങ്ങനെ അറിയാം? സർസൈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഏസോ നാടകത്തിന് മട്ടന്നൂർ കോളേജ് SM കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഈ വഴിയാണ് അങ്ങനെ ഒരു ബന്ധം. രണ്ടാമത് ഞാൻ അടുത്ത ദിവസം തന്നെ എനിക്കൊരു അപ്പോയിൻ്റ് ഓർഡർ കിട്ടി. അതും ഞാൻ മലപ്പുറത്തേക്ക് ജോയിൻ പോകുന്നത് ചൊവ്വ വഴിയാണ്. ഇത്രയും ആദ്യത്തെ ബന്ധമുണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ള ബന്ധം ചൊവ്വ സ്കൂൾ ബന്ധം വെച്ചാൽ ചൊവ്വ സ്കൂൾ അടുത്തുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു വന്നതാണ്. അങ്ങനെയാണ് ബന്ധം. ആ സമയത്താണ് സുനിയെയും അതുപോലെ തന്നെ ഷൽമ, ദീപ വന്നിട്ടല്ലേ, ദീപ അങ്ങനെ കുറേ പരിചയപ്പെടുന്നത്. പിന്നെ എൻ്റെ സർവീസ് പോയപ്പോൾ ഞാൻ കണ്ണൂർ സിറ്റി സ്റ്റേഷൻ വർക്ക് ചെയ്യുമ്പോൾ ചൊവ്വ സ്കൂൾ കോമൗണ്ട് അതിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ ബന്ധമുണ്ട്. ഇപ്പം റഷീദ് അല്ല പേര് ഷെരീഫൊക്കെ എനിക്ക് പരിചയമുണ്ട്. ശരിക്കും എന്നെ പറ്റും. എനിക്ക് സിനിമ എത്ര ഓർക്കുന്നില്ല. ഷെരീഫിനെ കാണുന്നത് നമ്മളെ കാണുന്നുണ്ട് ഇങ്ങനെ പോലീസാണല്ലോ, അങ്ങനെ കുറെ കാണുന്നുണ്ട്. ഇപ്പം അടുത്ത കാലത്താണ് പരിചയപ്പെട്ട ദീപല്ല ലത, ഒരു 2 വർഷം മുമ്പ് ലതനെ പരിചയപ്പെട്ടു. ഇപ്പോൾ ഒരു മാസം മുമ്പേ നമ്മളെ കാസർഗോഡ് പുഷ്പ അല്ലേ വന്നില്ലേ, പുഷ്പനെ ഇങ്ങനെ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ പിന്നെ ഇതിലെത്തിക്കുന്നില്ല. നമ്മുടെ കടമ അതല്ല, ഒരു പേരിന് ഉദ്ഘാടനം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞപ്പോൾ സുനി ഞാൻ ഗ്രൂപ്പ് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ ഭാര്യ ഇങ്ങനെ ഫോൺ എടുത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനെ വാഹനം നോക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ബോളം കേട്ടിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അന്ത്യയൊക്കെ ശരിക്കും 10ാം ക്ലാസ്സിലേക്ക് സാന്നിധ്യം വന്നിട്ടുണ്ട്. അനിത സുനിയൊക്കെ അത് നല്ല ഹാപ്പിനെസ്, നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. നിങ്ങളിത് ഇന്നല്ല കാണുന്നു 10ാം ക്ലാസ്സിൽ അതേ സ്റ്റൈൽ സംസാരം അവാർഡ് അയ്യടായാൽ വിളിച്ച സംസാരം. അപ്പോൾ ഈ മോളെ തൊട്ട് ഇപ്പോൾ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മോള് പറഞ്ഞാൽ അച്ഛൻ അമ്മക്കൊരു ഇയർഫോൺ വാങ്ങിച്ചു കൊടുക്കുക. കാരണം ഈ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഫുട്ബോൾ വെക്കണം, അടുക്കള പണി എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ, നമ്മൾ കേട്ട് നല്ല ശരിക്കുന്നത്. അനിതയുടെ രസനക്കുന്ന അനിതയുടെ സൗണ്ടാണ് ഏറ്റവും കൂടുതൽ രസകരമായി വായിക്കുന്നത്. ആ വിളിയും കളിയും ഒക്കെ. അപ്പോൾ നല്ലൊരു 10ാം ക്ലാസ്സിലേക്ക് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആസ്വദിക്കുന്നുണ്ട്, നല്ല ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ശരിയൊക്കെ ഹാപ്പിനെസ് തന്നെയാണ്. ഇത് കിട്ടപ്പോൾ അരവട്ട് വളരെ തോന്നുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് എടുത്തിട്ട് നടക്കുന്നത് അടുക്കള ഭാഗത്ത് കിച്ചൺ പോകുമ്പോൾ ബെഡ്റൂം പോകുമ്പോൾ എല്ലാം ഈ സാധനം ഉണ്ട് ഇങ്ങനെ എടുത്തിട്ട്. അപ്പോൾ ആയിക്കോട്ടെ, നമ്മൾ ഹാപ്പിനെസ് അല്ലേ, നമുക്ക് ചിലവില്ല, പൈസ ചിലവില്ലല്ലേ, അങ്ങനെ ആയിക്കോട്ട് വന്നു. അപ്പോൾ ഇയർഫോൺ കൊടുക്കേണ്ട പറഞ്ഞു, കാരണം മോളോട് പറഞ്ഞു. കാരണം നമ്മൾ കേൾക്കണമല്ലോ എന്തൊക്കെ നിങ്ങളുടെ ഡയലോഗ്. കുറച്ച് ഒരു 10 വരെ കളിക്കുന്നുണ്ട് ഈ ഉള്ളിൽ ഗ്രൂപ്പിൽ നിന്ന്. ഇപ്പോൾ 10-40 എത്ര പേരുണ്ട് ശരി? എനിക്കൊരു 10 പേര്. ഇപ്പം ലേഖനെ കാണുന്നുണ്ട്, അനിതനെ കാണുന്നുണ്ട്. അനിതനെ ഞാൻ പേഴ്സണായിട്ട് പിന്നെ ഒരു കാലത്ത് ബന്ധപ്പെടില്ല. അങ്ങനെ അനിത ഇന്നാ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരു 10-15 കളി നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ കേൾക്കുന്നുണ്ട് ബോളിൽ കിട്ടുമ്പോൾ. വളരെ ഹാപ്പിനെസ്സാണ്. അപ്പോൾ എല്ലാവരും ആ രംഗത്തേക്ക് വരണം. ഒരേപോലെ ആവാൻ പറ്റില്ല, എന്നാൽ എല്ലാവർക്കും ആ രംഗത്ത് വേണം എന്ന് ഞാൻ പറയുന്നത്. ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും പിന്നെ ഒരു 3 വർഷം മുമ്പേ കളിപ്പം മൂന്നര ദിവസം പഠിച്ചത്. അവിടെയും 10ാം ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടാക്കിന്. എൻ്റെ ക്ലാസ്സിൽ 10 തൊട്ടുള്ള എനിക്ക് അറിയില്ല. അവിടെ പോയി പങ്കെടുത്തു, പൈസ കൊടുത്തു ആക്കി. അങ്ങനെ നല്ല ബന്ധം. പക്ഷേ ആ ബന്ധം തുടർന്ന് അറിയില്ല, 2 വർഷം കണ്ടില്ല. പക്ഷേ ഇതൊരു ചെറിയ ഗ്രൂപ്പായിട്ട് തോന്നുന്നുണ്ട്. എത്ര ഡിവിഷൻ അറിയില്ല, ഏതായാലും ഒരു 10-30 പേര് വന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് വളരെ എനിക്ക് ഉറപ്പാണ്. കാരണം എല്ലാം പരിസരത്തുള്ളവരാണ്. ഇപ്പോൾ കുറേ ആൾ ഇന്നലെ വരെ സിനിമ പറഞ്ഞിട്ടു പുതിയ ആളുകളായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും താല്പര്യ ടീമാണ്, ഒരു രസമാണ്. ഈ ഒരു ഗ്രൂപ്പ് നല്ല രീതിയിൽ പോകണം. ഒരു പരിധിനെ കട്ട് ചെയ്യും, കാരണം അപ്പുറത്ത് പോകാൻ സാധ്യതയില്ല. എല്ലാ ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ ലാസ്റ്റ് കട്ട് ചെയ്ത് പോകാമെന്ന്, കാരണം അതിൻ്റെ തലമുറ പോകാനില്ലല്ലോ. അപ്പോൾ അതുവരെ നല്ല സൗഹാർദ്ദത്തിൽ ബന്ധപ്പെട്ടും പല പരിപാടി നടത്തി പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ ഈ നിങ്ങളുടെ ഏക സമൂഹത്തോടെ എല്ലാവരും അനുഭവത്തോടെ ഈ പരിപാടി എല്ലാ ആശംസ നേരിടുന്നതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് ഉണ്ടായ ഒരു അനുശോചനം രേഖപ്പെടുത്താൻ എല്ലാവരും സഹകരിക്കും. ചൊവ്വായ സ്കൂൾ എന്ന് പറയുന്നില്ല, ബംഗ്ലാവ് സ്കൂളാണ്. ഓർമ്മയില്ല?
സത്യഭാമ ടീച്ചർ എപ്പോഴും പറയും മംഗളാപുരം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്ന്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഒരു ദിവസം കണ്ണൂരിൽ വെച്ച് ജലീലിനെ കണ്ടപ്പോൾ ജലീൽ പറഞ്ഞു ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, അപ്പോൾ നിന്നെ അതിൻ്റെ അകത്ത് ഏഡ് ചെയ്യും, അപ്പോൾ നീ എന്തിനേലും പോകണം. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പേ ഗ്രൂപ്പ് നോക്കുമ്പോഴാണ് 83, 84, ഞാൻ ഒരു വർഷം മുന്നേ പിരിഞ്ഞ ഒരാളാണ്. 82, 83 പിരിഞ്ഞ ആളാണ്. അപ്പോൾ എന്തായാലും ഇത്തരം ഒരു കൂട്ടായ്മ ഇവിടെ രവിയേട്ടനെ എനിക്ക് ഒരു 2-3 മാസം മുമ്പേ ഏപ്രിൽ 1 മുതൽ രവിയേട്ടനെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ആ രീതിയിൽ ഒക്കെ പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ് മിക്കവാറും ഇവിടെയുള്ളത്. ചൊവ്വായ സ്കൂളിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ് മുതൽ താഴെ 1-ാം ക്ലാസ്സാണ്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഞാനവിടെ പഠിച്ചിട്ടുള്ള ആളാണ്. ആ രീതിയിൽ നമുക്ക് ഒരു അഭേദ്യമായ ബന്ധം ഇപ്പോഴും ചൊവ്വയ്ക്ക് വരുമ്പോൾ ആ സ്കൂളിനെ കാണുമ്പോൾ ഉള്ള ഒരു വൈകാരികമായ ഒരു ബന്ധമുണ്ട്. അത്രയും അന്നത്തെ ഒരു വിദ്യാഭ്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ജീവിതം യാന്ത്രികമായ ഒരു ജീവിതം പോലെയല്ല. ഒരു വലിയ ഒരു എന്താ പറയുക, വലിയ രീതിയിലുള്ള കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ബന്ധം. ഇന്ന് എല്ലാവരും ക്ലാസ്സിൽ വന്നു പഠിച്ചു വീട്ടിലേക്ക് പോകുന്ന ഒരു നില മിക്കവാറും സ്കൂളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അന്ന് അതായിരുന്നില്ല. നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ തന്നെയായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. ആരും കുറ്റം പറയാൻ നോക്കും. ഇപ്പോഴും എന്താ നിങ്ങളെ വില വണ്ണാൻ നിൽക്കുന്നു. അല്ല അത് നിങ്ങളത് കാണിച്ചോ. ഞാൻ അങ്ങനെ കയറിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ആകുമ്പോൾ ഞാൻ കവി വായിച്ചൊന്ന് ആദ്യം വെച്ചല്ല. ഞാൻ പറഞ്ഞു ഈ അടുത്ത കാലത്ത് തുടങ്ങിയ എനിക്ക് ഞാൻ പോലീസിൽ ഒരുപാട് വർക്ക് ചെയ്തതാണ്. കേസ് അന്വേഷണൻ്റെ മെയിൻ പണി. ഇപ്പോൾ വർക്കൊന്നുമില്ല. അന്നേരമാണ് ഈ പാട്ടിലേക്ക് പോയത്. അങ്ങനെയാണ് അത് ഭംഗി അവർക്കറിയാം. കാരണം എടുത്തു തുടങ്ങിയാണ്. അതിപ്പോൾ എൻ്റെ പാട്ട് കേരളത്തിൽ ഭാഗത്ത് എത്തിയിട്ടുമുണ്ട്. അത് സത്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ടൈം ചിന്തിക്കുമ്പോൾ ഉണ്ടാ തോന്നിയ വളരെ ചെറിയ പൊട്ട വരികൾ മാത്രമാണ് ഞാൻ പാടുന്നത്. അതുകൊണ്ട് എൻ്റെ വില പോയെങ്കിൽ പിന്നെ ശ്രീധര കാഴ്ചപ്പാടെങ്കിലാണ് പോകട്ടെ അല്ലേ. ഓക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചറിയാം. ഞാൻ സുനിയോട് പറഞ്ഞു, സുനിയോട് ഞാൻ പറഞ്ഞു, സുനി പാട്ട് ഞാൻ പാടാം അല്ലെങ്കിൽ മ്യൂസിക് കിട്ടോ. പക്ഷേ നമുക്ക് എല്ലാവരും കൂട്ടാൻ പറ്റി വളരെ നേരിയ സ്റ്റെപ്പ് ഇട്ട് ചെയ്യേണ്ട പാട്ടാണിത്. അതിപ്പം കേൾക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് ഉച്ചക്ക് നമുക്ക് വീണ്ടും ആവർത്തിക്കാം. അങ്ങനെ കേൾക്കാൻ മതിയാവും. മാത്രമല്ല ഈ പാട്ട് നിങ്ങൾ ഏറ്റവും നല്ല പാട്ടാണ്. പക്ഷെ ഇപ്പം അത് വേണ്ട. തൽക്കാലത്ത് ഞാൻ നല്ല ജോലി പാടിയിട്ട് പോകുന്നു. ഉച്ചക്ക് ഇഷ്ടം വരും. അങ്ങനെ ഉച്ചക്ക് നമുക്ക് സമയം നോക്കാം. പാടിക്കോട്ടെ അല്ല സീനോട് വെച്ചത് ഇങ്ങനെ അവിടെ നിൽക്കേണ്ട. അല്ല ഞാൻ സുനീത് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ഇട്ടെന്ന് പറഞ്ഞു. ആസ്വദിച്ചോ. നമുക്ക് മ്യൂസിക് ഇഷ്ടമല്ല. 84 10-ാം ക്ലാസ് പേര് പറഞ്ഞ് കൂട്ടം കൂടി നിന്നത് ഓർമ്മയുണ്ട്. 83 84 10-ാം ക്ലാസ് പേര് പറഞ്ഞ് കൂട്ടം കൂടി നിന്നത് ഓർമ്മയുണ്ട്. കൂട്ടം കൂടി നിന്നത് ഓർമ്മയുണ്ട്. നോക്കാതെ പോയതും നോക്കിയിട്ട് പോയതും, നോക്കാതെ പോയതും നോക്കിയിട്ട് പോയതും ഓർമ്മയുണ്ടോ, 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 ഓർമ്മയുണ്ടോ. 83 84 10-ാം ക്ലാസ് പേര് പറഞ്ഞ് കൂട്ടം കൂടി നിന്നത് ഓർമ്മയുണ്ടോ. കൂട്ടം കൂടി നിന്നത് ഓർമ്മയുണ്ടോ. മിണ്ടാതെ പോയതും മിണ്ടിയിട്ട് പോയതും, മിണ്ടാതെ പോയതും മിണ്ടിയിട്ട് പോയതും ഓർമ്മയുണ്ടോ, 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 ഓർമ്മയുണ്ടോ. 83 84 10-ാം ക്ലാസ് പേര് പറഞ്ഞ് കൂട്ടം കൂടി നിന്നത് ഓർമ്മയുണ്ടോ. കൂട്ടം കൂടി നിന്നത് ഓർമ്മയുണ്ടോ. കാണാതെ പോയതും കണ്ടിട്ട് പോയതും, കാണാതെ പോയതും കണ്ടിട്ട് പോയതും ഓർമ്മയുണ്ടോ, 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 ഓർമ്മയുണ്ടോ. 83 84 10-ാം ക്ലാസ് പേര് പറഞ്ഞ് കൂട്ടം കൂടി നിന്നത് ഓർമ്മയുണ്ടോ. കൂട്ടം കൂടി നിന്നത് ഓർമ്മയുണ്ടോ. കൂട്ടം കൂടി നിന്നത് ഓർമ്മയുണ്ടോ. ഞാൻ ഒരു 3 ദിവസം മുന്നേ കണ്ണൂരിൽ
ഞാൻ രവിയേട്ടനെ അറിയുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, ഇന്നയാളാണ് നമ്മളെ അന്നേരം എന്നോട് എടുത്ത വായിക്ക് പറയുന്ന ആരെന്നല്ല, രവിയേട്ടനറിയാം, ഒന്നെൻ്റെ ബന്ധുവാണ് മനോജ് ട്രാഫിക് SI. അതിനുശേഷം ഞാൻ സദാനന്ദനെ കാണുന്നുണ്ട്. എൻ്റെ ഭാര്യനെ പഠിപ്പിച്ച സദാനന്ദൻ മലബാറിൽ നമ്മളെ വീട് പയ്യന്നൂരാണ്. അപ്പോൾ സദാനന്ദനോട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഞാനുണ്ട്, ഒന്നുകൊണ്ട് കൊടുക്കുക, രവി പ്രാസംഗികനാണ്, രവിക്ക് അതിൻ്റെ കഴിവുണ്ട്, ആൾ ഉഷാറാണ്. അപ്പോൾ അത് ഞാൻ ഈ വേദിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനക്കെന്നെ മോശം, ഇവർ രണ്ടാളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ വാക്ക്. അപ്പോൾ സുനി ഇപ്പം എനിക്ക് സൂചിപ്പിച്ചു, അപ്പം ഞാൻ രവിയേട്ടൻ ഉണ്ട്, പാട്ടുണ്ട് എന്നെല്ലാം എനിക്കറിയാം, പക്ഷെ ഞാൻ സുനിയോട് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ സുനി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ്, സുനി ജസ്റ്റ് ഒന്ന് നീ രവിയേട്ടനോട് പറയണം, രവിയേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ പാട്ടുണ്ട്, എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്, സീന അയച്ചു കൊടുക്കുന്നതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് 4 വരി നമ്മളിപ്പോൾ ഒരു കുടുംബമാതിരിയുടെ മനസ്സിലായില്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് 4 കൂട്ടായ്മയുണ്ട്. എറണാകുളത്തുണ്ട്, മോള് പഠിക്കുന്ന ബാംഗ്ലൂരിലുണ്ട്, പക്ഷെ ഇതിനൊന്നും എന്നെ സംബന്ധിച്ച് കയറാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ബിസിനസ് കൂട്ടായ്മയുണ്ട്, അതിൽ ഇതേമാതിരി എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ചൊവ്വായ സ്കൂളിൽ നമ്മളൊരു ഗോതയായിരുന്നു, അത് സുനിക്കറിയാം. സുനിക്ക് ജലീല്, നമ്മളെ മഷൂദ്, ഇതെല്ലാം നമ്മളെ റഷീദെല്ലാം നമ്മളെ പഴയ ഓൾഡ് സ്കൂളിലാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഞങ്ങൾ വില്ലേജ് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയതാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോള് പെൺകുട്ടി, രണ്ടാമത്തതും പെൺകുട്ടി. ആൾക്കാരുള്ളത് എല്ലാവരെയും കാണാനും ഈ ഗ്രൂപ്പിൽ കയറാനും എല്ലാവരെയും പരിചയപ്പെടാനും പറ്റിയതിൽ സന്തോഷമുണ്ട്. പെട്ടെന്ന് കയറി വന്ന് ഇരുന്ന ഉടനെ തന്നെ എന്നെ ക്ഷണിച്ചപ്പോൾ എന്ത് പറയണം, എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. ഇതെന്താണ് നിങ്ങൾ ഇതിന് മുന്നേ എന്താണ് കഴിഞ്ഞതെന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സംസാരിക്കാൻ ഏറെയുണ്ട്, പക്ഷേ ഈ പെട്ടെന്നുള്ളൊരു വിളിയിൽ ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സംസാരിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞെങ്കിൽ ഓരോരുത്തരും ഇവിടെ ഈ വേദിയിൽ വന്നിട്ട് മൈക്കിനുള്ളിൽ അവരവരുടെ അനുഭവങ്ങൾ, അതായത് എല്ലാവർക്കും അറിയാം നമ്മളിവിടെ എന്തിനാണ് കൂടിയിരിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 1983 84 അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിഞ്ഞു പോയി. എങ്ങനെയാണ് പിരിഞ്ഞത്, എന്താണ് അനുഭവങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഈ ഘട്ടത്തിൽ എത്തിയത്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ ഓരോരുത്തരും വിശദീകരിച്ചാൽ മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് ഇപ്പോൾ ഈ ചെറിയ വേളയിൽ വീണ്ടും ഞാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി സംസാരിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അത് തന്നെ പറയാനുള്ളൂ, ഇങ്ങനെ ഒന്ന് സംഘടിപ്പിച്ച ആരായാലും, പേരെടുത്ത് പറയുന്നില്ല, ആരായാലും പ്രത്യേകം നന്ദിയുണ്ട്. ഞാൻ ശ്രീലത, ഞാൻ കൂടാളിയാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാൾ മൂത്താൾ വെളിയിലാണ്, കനഡയിൽ. രണ്ടാമത്തെ ആൾ ഇവിടെയുണ്ട്. ഈ ഗ്രൂപ്പ് തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഞാനാണ്. പല ടെൻഷനിലും കൊണ്ട് നിൽക്കുമ്പോൾ ഈ ഗ്രൂപ്പ് എനിക്കൊരു എന്താ പറയണ്ട പ്രോത്സാഹനമാണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് തുടങ്ങിയ എല്ലാവർക്കും നന്ദി. ഞാൻ എൻ്റെ പേര് ശ്രീലത. 40 വർഷത്തിന് ശേഷം ചെറുപ്പത്തിൽ പരിചയമില്ലാണ്ട് ഇപ്പോൾ അതുകൊണ്ട് അല്ല, പക്ഷെ എനിക്ക് പരിചയപ്പെടുത്തുന്നതാണ്. എൻ്റെ പേര് സുനി, എൻ്റെ ഭാര്യയുടെ പേര് ദീപ, അവളിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ മകൻ ശ്രീകൃഷ്ണ സ്കൂളിൽ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡിൽ, അവൻ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വരും. എൻ്റെ ജനിച്ചു വന്നത് നേരെ ചുവക്കായിരുന്നു, ചൊവ്വ സ്കൂളിൻ്റെ ബാക്കിൽ. ഇപ്പം ഞാൻ താമസിക്കുന്നത് തിരാനൂർ മാധവി സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ പോകണം. അവിടെ സ്വന്തം വീട് വെച്ചിട്ട് അവിടെ താമസിക്കുന്നു. പിന്നെ വേറൊരു പരിചയപ്പെടുത്തൽ മാത്രമല്ല, നമ്മളെ മറ്റ് ചുറ്റുപാടും കൂടി അറിയുന്നത് നല്ലതായിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെരീഫ്. കാരണം ഇവിടെ ഇപ്പം മുന്നിൽ ഇരിക്കുന്നവരോടുള്ള നല്ല പരിചയമുള്ളവരെല്ലാം. എനിക്ക് ഒരു ഭാര്യയും 3 മക്കളുമാണ്. അതായത് കുട്ടികളാകാൻ വേണ്ടി കുറച്ച് താമസിച്ചിരുന്നു. അത് മംഗലാപുരം 2.5 മാസം ഭാര്യ അവിടെ അഡ്മിറ്റായിട്ടാണ് ഫസ്റ്റ് കുട്ടിയെ കിട്ടുന്നത്. കാരണം ഞാൻ അന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് ക്യാൻസർ അടിച്ച് വന്നിട്ടാണ് ചികിത്സിച്ചത്.
ഇപ്പം മോന് 26 വയസ്സായി. ഞാൻ 23-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിരുന്നു. എന്നിട്ട് 9 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികളായത്. പിന്നെ രണ്ടാമത്തത് മകളാണ്. അത് പിന്നെ ഇവിടെ തന്നെയാണ്. 3 സിസേറിയനാണ്. രണ്ടാമത്തേത് നിർത്താൻ വേണ്ടി തീരുമാനിച്ചത്. അന്ന് ഞാൻ ഗൾഫിൽ പോയിരുന്നു. പക്ഷെ കുട്ടിക്ക് ഒരു ഉഷാറ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പൊണ്ണന്മാർ നിർത്താതിരിക്കുകയും ഞാൻ പിന്നീട് വന്നപ്പോൾ മൂന്നാമതായപ്പോൾ ഞാൻ ഈ സുനീൻ്റെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങി ഞാൻ മരുന്ന് വാങ്ങിച്ച കാരണം ഓർമ്മ ഉണ്ടോന്നറിയില്ല. അങ്ങനെ പോവാതിരുന്നപ്പോൾ പിന്നെ മൂന്നാമത്തതുമായി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അബ്ദുള്ള TV. ഞാൻ മുണ്ടേരിയാണ് എൻ്റെ ജന്മസ്ഥലം. ഇപ്പോൾ താമസിക്കുന്നത് വലിയന്നൂരാണ്. ഞാൻ 17 വർഷം ബഹ്റൈനിലും 12 വർഷം സൗദിയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായിട്ട് വന്നിട്ട് 10 വർഷമായി. അപ്പോൾ ഞാൻ വലിയന്നൂർ ഒരു ഫാൻസി കടയും മൂവിയൽ കടയിലായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് ഒരു മകനാണ്ടായിരുന്നു, എനിക്കൊരു കുട്ടിയുണ്ടായിരുന്നു. ആദ്യം കല്യാണം കഴിച്ച 25 വയസ്സിലായിരുന്നു. 25 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് കുട്ടിയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ ഗൾഫിലേക്ക് പോയിരുന്നത്. അതുവരെ ഞാൻ ഇവിടെ വർക്ക്ഷോപ്പ് മറ്റേ റേഡിയോ ടെലിവിഷൻ റിപ്പയറിൻ്റെ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തിരുന്നു കണ്ണൂർ. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടക്ടർ പണി എടുത്തു. കണ്ടക്ടർ സന്തോഷമായിരുന്നു. 2 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയി കഴിഞ്ഞു. ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലാരും ആളൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ റിട്ടയർഡായിട്ടൊന്ന് കണ്ണൂർ ഇവിടെ വലിയന്നൂർ കച്ചവടം തുടങ്ങിയതാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മസൂദ്. വലിയന്നൂരാണ് താമസിക്കുന്നത്. 35 വർഷം ഗൾഫിലായിരുന്നു. ഞാൻ സുനിൽ, രഞ്ജിത്ത് എല്ലാം ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചതാണ്. ധർമ്മൻ പിന്നെ 35 വർഷം ആരും കണ്ടില്ല. കഴിഞ്ഞ ശേഷം 40 വർഷമായി എല്ലാവരെയും കണ്ടിട്ട് എല്ലാവരും മുഖങ്ങളിൽ ഓർമ്മയുണ്ട്. സുനിലിനെയൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ യാദൃശ്ചികമായി കണ്ടുമുട്ടിയ റഷീദിനെ അബുദാബി വെച്ചിട്ട് ആ ബന്ധം ഇപ്പോൾ നിലനിൽക്കുന്നു. പിന്നെ എനിക്ക് 3 പെൺകുട്ടികളാണ്. ഒരാൾ കല്യാണം കഴിഞ്ഞു, ഫാർമസിസ്റ്റാണ്. ഒരാൾ 2 പഠിക്കുന്നു. വേറൊന്നുമില്ല. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജീവൻ. ഞാൻ തിലാനൂരാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തവൻ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, രണ്ടാമത്തവൻ +2 പഠിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഗ്രൂപ്പ് സംഘടിപ്പിച്ച 2 സുനിമാർക്കും പിന്നെ ആരാണ് ശ്രീലത, അവർക്കെല്ലാം പ്രത്യേക ഒരു നന്ദി പറയുന്നത്. നമ്മളിത് പണ്ടേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. എൻ്റെ പേര് സുജിത്ത്. എനിക്കൊരു മോളാണ്. മോളിപ്പം +2 കഴിഞ്ഞിട്ട് നീറ്റിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ സ്വർണ്ണപ്പണി എടുക്കുകയാണ്. എനിക്ക് ഷോപ്പുണ്ട് കണ്ണൂർ. പിന്നെന്താ പറയണ്ടേ, പിന്നൊന്നുമില്ല. ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ ജീവിതം അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. എല്ലാവരും ഈ കൂട്ടായ്മ നല്ല നിലയിൽ കൊണ്ടുപോകണം എന്നുള്ള എൻ്റെ ആഗ്രഹം. നമുക്ക് വേറൊരു ഗ്രൂപ്പുണ്ട്, ചെറിയ ക്ലാസ് പഠിച്ചത്. പിന്നെ ഒരു നല്ല നിലയിൽ എല്ലാവരും എത്തിക്കാൻ എല്ലാവരും സഹകരണം ഉണ്ടാകണമെന്ന്. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഇന്ദിര. ഭർത്താവും 3 മക്കളുണ്ട്. മൂത്തമൻ രഞ്ജിന്ന പേര്, രണ്ടാമത്തെ മോൾ ഐറ, മൂന്നാമത്തെ സന്ധ്യന. 3 ആളെ കല്യാണം കഴിഞ്ഞ് മക്കളെല്ലായി. ഞാൻ അച്ഛമ്മയും അമ്മമ്മയും എല്ലായി. പിന്നെ ഈ കൂട്ടായ്മയെ പറ്റി പറയാം. എപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൂട്ടായ്മ ചെയ്തവരിക്കുന്ന ഏറ്റവും നല്ല ക്രെഡിറ്റ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പല ഭാഗത്തും പോയി പല ടെൻഷൻ കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ രാത്രി കിടന്നു കഴിഞ്ഞാലായിരിക്കും എല്ലാ ചിന്തകളും നമുക്ക് ഓടി നടക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഫോണും എടുത്ത് ഓരോ ആളെ സംഭാഷണം കൂടുതൽ നമ്മൾ അനിതേനെ തന്നെയാണ്. അപ്പോൾ അനിതേൻ്റെ ഓരോ വാക്കുകളും പിന്നെ സുനി, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എല്ലാം മറന്ന് ഭയങ്കര ചിരിയായിരിക്കും. അപ്പോൾ ഈ കൂട്ടായ്മ ഇനിയും നല്ല നിലയിൽ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് പുഷ്പകുമാരി. എൻ്റെ സ്വന്തം വീട് പള്ളിപ്പുറത്താണ്. പിന്നെ എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ടത് നീലേശ്വരം. എനിക്ക് 2 ആൺകുട്ടികൾ. ഹസ്ബൻഡ് ഗ്രാമീൺ ബാങ്ക് റിട്ടയർഡാണ്.
2 ആൺകുട്ടികളെ. മൂത്താൾ അനൂപ് ദുബായിൽ ബിസിനസ് ചെയ്യുന്നു. 2ാമത്തെ ആൾ ദേവാനന്ദ് ഡോക്ടർ, ആയുർവേദ ഡോക്ടറാണ്. 2 പേരും കല്യാണം കഴിച്ചു. പിന്നെ എനിക്കും പറയാനുള്ളത് ഇതുപോലെ തന്നെ ശ്രീനെ ഞാൻ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അതിലെല്ലാവരും ഒത്തുചേരുന്നുണ്ട്, നിൻ്റെ പേര് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ചെയ്തോട്ടേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ ചേർത്തോ. അപ്പം ഞാനിത് ആഗ്രഹിച്ചതാണ് കുറേ നാളായിട്ട്, എവിടുന്നാ ഇങ്ങനെ കണ്ടുമുട്ടുക എല്ലാവരുമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീനൻ്റെ ആ വിളിയും. പിന്നെ ശ്രീനനെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, കല്യാണത്തിന് തന്നെ പോയപ്പോൾ കാണാറുണ്ട്, കണ്ണൂരിൽ വന്നാൽ കാണാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം ഗ്രൂപ്പ് ആക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ പരിചയപ്പെടാൻ സാധിച്ചു. പക്ഷെ ആദ്യമേ എനിക്ക് സുനീനിയും, ഈ സുനീനിയല്ല ബാങ്ക് സുനി, പിന്നെ ധർമ്മൻ, പിന്നെ വേറെ 2 മേഘനില്ലല്ലോ, പിന്നെ അങ്ങനെ രഞ്ജിത്ത്, ഇവരെയൊക്കെ കാണാറുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അതിലെ കൂടെ പോകുമ്പോഴും സംസാരിക്കാറൊന്നുമില്ല, പക്ഷെ ചിരിക്കുക മാത്രമേ ചെയ്യും. പിന്നെ ഇപ്പോഴാണ് ഫോണിലെ കൂടിയാണ് ഇവരെല്ലാമായിട്ട് നല്ല സംഭാഷണത്തിലെല്ലാം ആയത്. അതുകൊണ്ട് ഇനിയും എല്ലാവരും, പിന്നെ എൻ്റെ കൂടെ ഷീബ, കഥാപ്രസംഗം പറഞ്ഞ ഷീബ സ്കൂൾ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനായിട്ട് പരിചയമുള്ളതാണ്. പിന്നെ അനിതേന ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അനിതേന ഞാൻ കണ്ടുമുട്ടി, 2 പ്രാവശ്യം കണ്ടുമുട്ടി. പിന്നെ ശ്രീലതേന ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പോയിട്ട് കണ്ടു. പിന്നെ ലതേന 2-3 പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞത് ശ്രീനെ പറഞ്ഞത് ഇങ്ങനെ ലതേൻ്റെ, അപ്പോൾ ലതേനെ നമ്പർ തന്നു, അങ്ങനെ ഫോൺ ചെയ്തു, കോണ്ടാക്ട് ചെയ്തു, സംസാരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഇനിയും ഈ ഗ്രൂപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഞങ്ങളുടെ എപ്പോൾ എല്ലാ ഇതിലുണ്ടാവും. എനിക്ക് കണ്ണൂരിൽ തന്നെ 2 സ്ഥാപനമുണ്ട്. ഒന്ന് എൻ്റെ ഫാമിലി ഡിസ്പ്യൂട്ടിലാണ് ഉള്ളത്, മെയിൻ സ്ഥാപനം. രണ്ടാമത് ഞാനായിട്ട് തുടങ്ങിയിട്ടുള്ള സ്ഥാപനം ഇപ്പോൾ റൺ ചെയ്ത് പോകുന്നുണ്ട്, കൊച്ചിയിലുണ്ട്. ഈവൻ കുറച്ച് മരുന്നെല്ലാം ഇങ്ങനെ എന്താ പറയുക, കൂടുതൽ പറയുന്നില്ല, സുനിക്കാരെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വന്തം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് പാലക്കാട് വെച്ചിട്ടാണ്. കുറച്ച് ആയുർവേദ പ്രോഡക്റ്റ്, കുറച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ട്, കഞ്ഞി കുടിച്ചുകൊണ്ട്, ആരെയും ആശ്രയിക്കാത്ത. എനിക്ക് 2 മക്കളാണ്. മോള് MBBS കഴിഞ്ഞ് MD പഠിക്കുന്നു, ഗൈനിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നമ്മളെ രാജശ്രീ മെഡിക്കൽ കോളേജിലാണ്. എൻ്റെ കുടുംബ സുഹൃത്താണ് രവിയേട്ടൻ. എൻ്റെ മോളെ എല്ലാ പരിപാടിക്കും അമൃതയിലും ഭാരതീയ വിദ്യാഭവനിലും മറ്റേ നമ്മളെ ചിന്മയിലും എല്ലാ ഡാൻസ് പ്രോഗ്രാമിനും സ്റ്റേറ്റ് ലെവലിലും കണ്ണൂരിൽ നിന്ന് തിലകം ദിൽരൂപ സുനിൽ എന്ന് പറയുന്ന പേര്. മകൻ നീതുലാണ്. നീതുല് ഇതേപോലെ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ്, മറ്റേ HNM പൈലറ്റാണ്. ഇവനും അതന്നെ പഠിക്കണം എന്നൊരു ചാട്യം പിടിച്ച് ഇപ്പോൾ ഒക്ടോബറിൽ അമൃതാനന്ദമയിൻ്റെ എട്ടിമടയിലുള്ള കോളേജാണ്, ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ആടുന്ന് അവരിപ്പം പഠിച്ചു കഴിയും. ഇപ്പം ക്യാമ്പസ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ല. ഏച്ചിൻ്റെ മോൻ പറഞ്ഞ് നീ ചെയ്യണ്ട, ഞാൻ പറയുന്ന ഇതിന് അനുസരിച്ച് നിന്നാൽ മതി. അപ്പോൾ ഇൻഡിഗോയിലേക്ക് അവൻ കയറുന്നുണ്ട്, അത്രേ പറയുള്ളൂ. ഇൻഷാല്ലാ അടുത്ത കൊല്ലം എല്ലാവർക്കും. ഭാര്യ ഇപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത്. മോള് അവിടെ ഒറ്റക്കായതുകൊണ്ട് ഭാര്യേൻ്റെ അമ്മയും ഇവള് മാറി മാറി നിൽക്കലാണ്. ഞാൻ അറ്റ്ലീസ്റ്റ് അടക്ക് പോകും, പൈസ കൊടുത്തിട്ടൊന്നും പോലും മരുവൻ്റെ ബ്ലഡ് റിലേഷനിൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തരും, അങ്ങനെ പോയി വരും. ഇത്രയിലും എന്നെ പിന്നെ എല്ലാവർക്കും അറിയാം, കൂടുതലായിട്ടൊന്നും പറയണ്ട. ചെറുപ്പം മുതലേ മശൂദരായാലും നമ്മളെ റഷീദിനായാലും സുനിയോട് പറയേണ്ട രഞ്ജിയാൻ്റെ അൽവസിയാന്ന്. ഷീബ എൻ്റെ വീട്ടിൻ്റെ പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഷീബ നമ്മളെ പുഷ്പേൻ്റെ സ്കൂൾ എൻ്റെ കാർണൂർ സ്കൂളാണ്, പള്ളിപ്പുറം സ്കൂള്. പാർട്ടീഷനിൽ കാർണൂർ കൊടുത്തു, മൂതം വൈദ്യർക്കും കരണം വൈദ്യർക്കും. അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, ഇത്ര മാത്രമേ ഇല്ല എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഞാൻ ഷഹന, ഇപ്പോൾ ഷഹന ലോഹിതാശൻ. 2 കുട്ടികൾ, 2 ആൾ വിവാഹിതരായി, മകളുണ്ട്. ഇപ്പോൾ ബോംബെയിൽ സെറ്റിൽഡായി 35 വർഷമായി. കിഴുന്നപ്പാറ താമസിക്കുന്നു. അത്രയും. താഴെ ചോട്ടേക്കൽ പുഴയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാലോടാണ്. ഒരു പെൺകുട്ടിയാണ് എനിക്കുള്ളത്. പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഷീബ രവീന്ദ്രൻ എൻ്റെ ഹസ്ബൻഡ്. എനിക്കൊരു മകളാണ് അതുല്യ രവീന്ദ്രൻ. അവളിപ്പോൾ വാഗമൺ DC കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വീട്ടു വർക്ക്, ഒരിക്കലും റിട്ടയർമെൻ്റ് ഇല്ലാത്ത വർക്കാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീട് മുണ്ടയാടാണ്. ഇവിടെയുള്ള 3/4 ഭാഗങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്, എന്നെയും അറിയായിരിക്കും എല്ലാവർക്കും. ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ടത് കുറ്റിയാട്ടൂരാണ്, താമസം അവിടെയാണ്. ഓ മാങ്ങയിലുണ്ട്. എല്ലാവരും കുറ്റിയാട്ടൂർ എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും മാങ്ങ കൊണ്ട് തരണേ എന്ന് ആദ്യം പറയാം. എന്നാൽ പിന്നെ എല്ലാവർക്കും
നന്ദി, നമസ്കാരം. എൻ്റെ പേര് അനിത, എൻ്റെ ഭർത്താവിൻ്റെ പേര് സതീശൻ. എനിക്ക് 3 പെൺകുട്ടികളാണ്. 3 ആളെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ സ്വസ്ഥമായിട്ട് ഞാൻ നിൽക്കുന്നു. ഈ ഗ്രൂപ്പായ എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷീല, ഭർത്താവ് പ്രദീപ്, മിലിറ്ററിയാണ്, ഇപ്പോൾ എക്സാണ്. പിന്നെ 2 കുട്ടികൾ. മോള് ഗ്രാമീൺ ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് മലപ്പുറം ജോലി ചെയ്യുന്നു. മോയൻ ബി ഫാമിന് വയനാട്ടിൽ പഠിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഫസ്റ്റ് ഇറങ്ങിയ രഞ്ജിത്തിനും അതിൻ്റെ കൂടെ 2 സിനിമാർ, പിന്നെ കൂടെ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ ഈ ഗ്രൂപ്പ് എന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും പ്രയത്നിക്കാം. പിന്നെ എൻ്റെ പേര് ജഗദീഷ്. ശരി, ഒരു മിനിറ്റ്. അപ്പോൾ എൻ്റെ പേര് ജഗദീഷ്. ഞാൻ തിലാമുര താമസിക്കുന്നു, മാതൃഷോപ്പ്. എൻ്റെ അടുത്താണ് ഇപ്പം സുനി, നമ്മളെ ബാങ്ക് മാനേജർ സുനി വന്നിട്ട് താമസിക്കുന്നത്. 2 കുട്ടികളാണ്. മൂത്ത മോൻ +2 പഠിക്കുന്നു, ശ്രീപുരം സ്കൂളിലാണ്. പിന്നെ മോള് 6ാം ക്ലാസ്സിലാണ്. അങ്ങനെ ഞാൻ ഒരു ഇൻഡസ്ട്രിയൽ വർക്കാണ്, വർക്ക്ഷോപ്പുണ്ട് നാട്ടിൽ തന്നെ. 10 വർഷം ഗൾഫിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വേറെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഗ്രൂപ്പ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ കൂടുതൽ വഷളാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ അതിൽ ഞാൻ പറഞ്ഞു, അതിൽ നമുക്ക് വേറെ നമ്മളെ കാര്യങ്ങളല്ലാതെ വേറെ രാഷ്ട്രീയപരമായിട്ട് പല രാഷ്ട്രീയക്കാരുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മളത് മോശമാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഈ ഗ്രൂപ്പ് തുടങ്ങിക്കൊണ്ടിപ്പോൾ എല്ലാവരും നമ്മൾ കാണാൻ പറ്റി ഒന്നാണ്. ഇതുവരെ നമ്മൾ ജീവിതത്തിൽ കാണപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാവരും നമ്മൾ ശരിക്കും കണ്ടു. പിന്നെ അത് ഒന്നാമത്തെ മസൂദ്, നമ്മളെ അടുത്തുള്ള കുഞ്ഞമ്മ, ബോംബെ, ഷാന, ഇവരൊന്നും ഇതുവരെ കാണാൻ പറ്റുകയില്ല. ഇതാണില്ല. കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊക്കെ പുറത്ത് വെച്ച് കൊണ്ടുപോകാൻ. പിന്നെ പണ്ട് പറഞ്ഞ പോലെ ശ്രീലങ്കയിൽ പക്ഷി കൈകളാണ്, കല്ലാപ്പിൽ നിർത്തില്ലെന്നാണ്. അത് കഞ്ഞോട്ടിപ്പോൾ അത് പഞ്ചാബിലാണ്. തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പറഞ്ഞാൽ അപ്പുറം പറഞ്ഞിട്ട് പറഞ്ഞാൽ കഥയിക്കൊണ്ട് നിർത്തില്ല. അതിപ്പോൾ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ കാണും. അടിയല്ല, അതുകൊണ്ട് ഇത് അവൻ ഇത് നമ്മൾ നദിയിൽ നമ്മളെ ഒരു കൂട്ടിനായിട്ട് പറയണമെങ്കിൽ 10:45 വരും. എന്നാലും കുറച്ച് നേരം കറക്കാന്ന് ഷാനക്ക് നമ്മളിപ്പോൾ ഈ പരിപ്പെട്ട കൊടുത്തത് ഷാനക്ക് ചപ്പാത്തി പറ്റി ചപ്പുണ്ട്. അത് നമ്മൾ പറയുകയില്ല. ഒരു ചപ്പാത്തി പറ്റുണ്ട് പറഞ്ഞു വരും. ഇടക്കിടക്കൊരു മിന്നായം പോലെ വന്ന് നോക്കാം. ഇത് എല്ലാവരും ഗ്രൂപ്പിൽ വളർത്തണം. ഇത് ഇലക്ട്രിൻ്റെ ഗ്രൂപ്പില്ല. ഇതിടക്ക് വരും പോവാം. പിന്നൊക്കെ എപ്പോഴും ഇറക്കായിരിക്കും. നമ്മുടെ വയലിൽ ഉള്ളത് ഇതൊക്കെ എപ്പോഴും നോക്കുന്ന വർഗ്ഗത്തിൽ കാണും. കടുവിൽ വർഗ്ഗമുണ്ടാവും എപ്പോഴും. അതേപോലെ സുഖപ്പെട്ടിന് കുട്ടികൾക്ക് എൻ്റെ ഭാര്യ 2 കുട്ടികളാണ്. ഒരു മോളും മോനും. മോളെ വേറെ കുട്ടികൾ ഒരു പണിക്ക് പോകും. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഇത് കരുതാണ്. ഇന്നലെ വരുന്നോട് അതിനാണ് ഭയങ്കര ശ്രമം. ഇതുവരാളെ കാണാമെന്ന് പറയാവും. ആദ്യം അവർ കണ്ടുവരാവും. അത് വന്ന് പത്രമല്ലേ. ഇതിനകത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ഓപ്പറേറ്റ് പറഞ്ഞു. അവളിപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ പത്രം പറഞ്ഞു. പക്ഷേ പെണ്ണുങ്ങളാണ് അമ്മയാണ് പങ്ങളാന്ന് വല്ല പറഞ്ഞില്ല. ഇതിന് സ്വഭാവം എപ്പോഴും മറന്നവരല്ലേ അവര് ഇപ്പൊന്നും പറയില്ല. വേറെ എന്തൊരു കാര്യം പറയാം. നിങ്ങൾ അങ്ങനെ ഓളൊക്കെ ഇല്ല. ഇവൻ ഇത് നോക്കി പറഞ്ഞാൽ അമ്മയായാലും പെങ്ങളായാലും ഓളായാലും ഈ സ്വാധീന സ്വഭാവം എപ്പം മറന്നവരല്ലേ.
അതുകൊണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ മര്യാദ തുറന്നത് കൊണ്ടുവന്നിട്ട് പിള്ളേർ തുറന്നത്. അതൊക്കെ 2 ആൺകുട്ടികളാണ്. എൻ്റെ ഭർത്താവ് രഞ്ജിത്ത് ഇപ്പോൾ എക്സ്-ഗൾഫാണ്. നല്ല സഹായിച്ചുകൊണ്ട് അങ്ങനെ പോയി. അത് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ബിസിനസ് നടത്തിയാലോ അല്ലേ? അതപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിൽ പിന്നെ ഒരു 5-10 കോഴികളെല്ലായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീന, സ്ഥലം ചൊവ്വ. എൻ്റെ ഹസ്ബൻഡ് രവി, റിട്ടയർഡ് SI. അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് കണ്ണൂരത്താണ്. ഇപ്പം നമ്മൾ ചൊവ്വക്ക് സ്ഥലം വാങ്ങി വീടെടുത്ത് 10 വർഷമായി ചൊവ്വക്ക് താമസം. ഒരു മോളുണ്ട്. മോളെ കല്യാണം കഴിഞ്ഞ് പോലീസിൽ തന്നെയാണ് മോളെ ഹസ്ബൻഡ്. ഇപ്പോൾ ഒരു കുഞ്ഞുവാവിയുണ്ട്. ഞാൻ റീത്ത, ആറ്റുകുട്ടിയാണ് വീട്. കണ്ണൂർ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്, ബിഗ് ബെൻ ഗിഫ്റ്റ്. ആദ്യം സ്ക്രീൻ പ്രിൻ്റായിരുന്നു, ഇപ്പോൾ ഉണ്ട്. ഞാനത് ഒറ്റക്ക് നടത്തുന്നുണ്ട്. പിന്നെ ഒറ്റക്കാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, കഴിക്കുന്നുമില്ല, വേണ്ട. എൻ്റെ പേര് രഞ്ജിത. ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. ഇത് എല്ലാവർക്കും ഇങ്ങനെ ഗ്രൂപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും നമ്മളെ മാത്രം ഗ്രൂപ്പില്ല, എന്താ ഇത്, കുറേ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിന്നിരുന്നു. അങ്ങനെയാണ് കുറേ. അപ്പോൾ ഇനിയും കുറേ വർഷങ്ങളായി അനങ്ങാണ്ടെന്ന്. ഇതിനിടയിലാണ് പിന്നെ ശ്രീനെ വിളിക്കുന്നത്, ഇങ്ങനെ ഒന്ന് തുടങ്ങുന്നുണ്ട്, നിന്നെ ആഡ് ചെയ്യട്ടെ. ഞാൻ വളരെ ഹാപ്പി ആഡ് ചെയ്തോന്ന്. അങ്ങനെ ബെസ്റ്റ് പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട് രഞ്ജിത്ത്, ധർമ്മ, സോനി. നമ്മൾ ഫുള്ള് അടിയായിരിക്കും അല്ലേ, നല്ല ചീത്തയും പിടിക്കും, അടിയും കഴിയും. പക്ഷെ നല്ല ഫ്രണ്ട്സുമാണ് പുറത്തിറങ്ങിയത്. അത് അന്നും ഇന്നും ഒരുപോലെ അല്ലേ. പിന്നെ സൂലി, എൻ്റെ വീരപ്പ അല്ലേ, എന്തൊരടിയാപ്പാ. പിന്നെ ഞാൻ സ്കൂളിൽ ഇടുന്നതിനും എന്നെ പരമാവധി അയലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചേ. ഒരു സാധനം ഇതാ, എന്തൊരു ഭീഷണിയാണ്. രാജി വെച്ചോ, നീ പിൻവലിച്ചോ, അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഇല്ലേ ഇല്ലാന്ന്. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയല്ലേ. അന്നും ഇന്നും സുനിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സുരേഷ് ബാബു വർക്ക്ഷോപ്പിലാണ്. ഒരു മോയ സിദ്ധാർത്ഥൻ. അവൻ ഇപ്പം 3 മാസമായി ബഹ്റൈനിൽ പോയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മെഡിക്കലെല്ലാം എടുത്തിട്ട് 2 മാസം കൊണ്ട് പോകണം. ഇവിടെ കണ്ണത്തഞ്ചാനാണ് ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടെ എല്ലാവരും ശ്രീന, ഇവരെല്ലാം നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എല്ലാവരും. പിന്നെ കുറച്ചാളെ ശരിക്കും അറിയാനുള്ളൂ, അത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ACP ശ്രീനിവാസൻ നമ്മൾ ഈ ബാച്ചിന് ആശംസ നൽകാൻ നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ആശംസിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചു. ഞാൻ ശ്രീനിവാസൻ, കേരള പോലീസിൻ്റെ പഴയ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയറാണ്. ഇപ്പം മാങ്ങാട്ടുറമ്പ് കേരള പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയനിൽ ഡെപ്യൂട്ടി കമാൻഡൻ്റാണ്. എന്ന് വെച്ചാൽ അഡീഷണൽ SP റാങ്കാണ്. സുനിയാറിൻ്റെ ഒരു 10 വർഷത്തിന് മുകളിൽ സുനിയാറിനായിട്ട് ബന്ധമുണ്ട്. ബാങ്കിൽ പോയിട്ടൊക്കെയുള്ള പരിചയം, അങ്ങനെ സ്ഥിരം അറിയുന്ന ഒരു ഫ്രണ്ട്സുമായിട്ട് മാറി. ഞാൻ 84-83 ബാച്ച് നിങ്ങൾ SSLC സമയത്ത് ഞാൻ 8ാം ക്ലാസ്സിൽ സ്പോർട്സ് സ്കൂളിൽ തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് ഒരു 3 വർഷം കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് FSCTയിലായിരുന്നു, ഫാക്ടറി ഫുട്ബോൾ ടീമിൽ 10 മാസത്തിന് ശേഷം. അതിനുശേഷം ഞാൻ സ്റ്റേറ്റ് ടീമിൽ കളിക്കുകയും 92 കേരള പോലീസിൻ്റെ ഭാഗമാവുകയും ഡയറക്റ്റ് ASC ആയിട്ട് ഞാൻ പോലീസിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഡെപ്യൂട്ടി കമാൻഡൻ്റായി. പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് വെച്ചാൽ സ്പോർട്സ് സ്കൂളായതുകൊണ്ട് ഗേൾസും ബോയ്സും വെവ്വേറെയായിരുന്നു, ഒന്നിച്ചല്ല. അതിനുശേഷം കോളേജിൽ പഠിക്കാൻ എനിക്ക് ബോയ്സ് സ്കൂൾ അങ്ങനെയല്ലെന്ന് അറിയാം. ഞാൻ 1 വർഷം മുനിസിപ്പൽ ഹൈസ്കൂൾ പഠിച്ചിരുന്നു 7ാം ക്ലാസ്സിൽ. അവിടെ നിന്നാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയത്. പിന്നെ ഒരു 32 വർഷം ഇപ്പോൾ സർവീസ്. ഇനി 3.5 വർഷത്തോളം സർവീസ് ഉണ്ട്. പിന്നെ ഇത് 83-84 ബാച്ചിലെ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മുനിസിപ്പൽ ഹൈസ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്.
അതിനുശേഷമാണ് തിരുവനന്തപുരം പോയത്. ഇങ്ങനെ ഒരു പരിപാടിക്ക് 2 വർത്തമാനം പറയാനും നിങ്ങളൊക്കെ കാണാനും പറ്റിയ വളരെ സന്തോഷം. സുനിയേട്ടൻ, ഞാൻ ലീവിലാണ്, അതാണ് മഫ്റ്റിയിൽ വന്നത്. ഒരു 20 ഡേയ്സ് ലീവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ പഠിച്ച ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദർ ഒരു 36 വർഷങ്ങൾക്ക് ശേഷമാണ്. 2-3 വർഷം മുന്നേ തൃശ്ശൂരിൽ വെച്ചിട്ട് നമ്മൾ 10ാം ക്ലാസ് സ്പോർട്സുകാരായതുകൊണ്ട് എല്ലാവരും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ജോലി കിട്ടി പോവുകയും പിന്നീട് ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഒത്തുചേരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മെയ് 14-ന് 15 തീയതികളിൽ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു വേളിയിൽ. അതിലും നമ്മൾ ഗേൾസൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി നമ്മളെ ബോയ്സ് മാത്രമാണ്. പിന്നെ അധ്യാപകരെ കംപ്ലീറ്റ് ക്ഷണിച്ചിരുന്നു ഫംഗ്ഷന്. ഏതായാലും ഇങ്ങനൊരു ഫംഗ്ഷനിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി വരും വർഷങ്ങൾ നിങ്ങൾ ആദ്യത്തെ കൂടിച്ചേരലാണോ അറിയില്ല. സുനിയേട്ടാ ആദ്യത്തെ അപ്പോൾ ഒരുപാട് 30-38 വർഷമായി തോന്നുന്നല്ലേ. അപ്പോൾ 40 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ അന്നത്തെ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും മാറ്റങ്ങളും കാര്യങ്ങളും പിന്നെ പല ജോലികളുമായിട്ട് പല ഭാഗങ്ങളിലുമായിട്ടായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. എല്ലാവരും കണ്ണൂർ ജില്ലയിൽ തന്നെയായിരിക്കും വിചാരിക്കുന്നത്. പിന്നെ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടാവും. ഞാനൊക്കെ പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു. എനിക്ക് ബുദ്ധി കാലിലാണ് തന്നത്. അതാണ് ഞാൻ ഫുട്ബോളിൽ ഇന്ത്യൻ ടീമിൽ വരെ എത്താൻ. പഠിത്തത്തിൽ ചിലപ്പോൾ പഠിച്ചിട്ട് PSC ഒക്കെ എഴുതി ഇപ്പോൾ പോലീസിലിരുന്ന കുട്ടികളൊക്കെ ഒരു 400 പേര് കഴിഞ്ഞ ബാച്ചിൽ വന്നിരുന്നു. അവർ ഒരാളെ +2, ബാക്കി എല്ലാവരും PG, BTech, MTech അങ്ങനെയൊക്കെ ആയിട്ടാണ്. അവർ നമ്മളൊക്കെ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഉയരത്തിൽ എത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇനി അടുത്ത വർഷം ഒരു പ്രൊമോഷൻ കൂടി കിട്ടും എനിക്ക്. ഞാൻ SP റാങ്കാണ് കമാൻഡൻറ്റിൻ്റെ പോസ്റ്റിൽ. ചിലപ്പോൾ കളിച്ചിട്ട് ഇത്രയും ഉയരങ്ങളിൽ എത്തുന്ന അപൂർവം ചിലരാണ്. നമ്മുടെ ടീമിൽ ഷറഫലി സാറ്, അതുപോലെ പാപ്പച്ചൻ, അങ്ങനെയുള്ള കുറച്ച് തോബിയാസ്, കുറച്ച് പേർക്ക് ആയിട്ടാണ്. അതിലും എന്നെക്കാളും ഒരുപാട് ഇന്ത്യയൊക്കെ കളിച്ച ചാക്കോ, കുരുകേഷ് മാത്യൊക്കെ ഉണ്ട്. അവരൊക്കെ ഡെപ്യൂട്ടി കണ്ടു. ഞാൻ ഇപ്പോൾ ഉള്ള പോസ്റ്റിൽ വെച്ചിട്ട് റിട്ടയർഡ് ആണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ സ്പോർട്സിലൂടെ വന്നതുകൊണ്ടൊരു വലിയ ഭാവി. ഇന്ന് അത്രയും ഉയരങ്ങളിലൊന്നും എത്താൻ ആർക്കും പറ്റുന്നില്ലാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ I ലീഗ് അങ്ങനെയൊക്കെ. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് 8, 9, 10 സമയത്തൊക്കെ ടൂർ പോകാനൊന്നും ഒരു രക്ഷയുണ്ടായിട്ടില്ല. വീട്ടിൽ നിന്നൊന്നും ഒരു പൈസ തരില്ല. 8ാം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് പിന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഓണം വെക്കേഷൻ ഒരു 50 രൂപ അയച്ചു തരും. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകേണ്ട പൈസ നമ്മൾ തന്നെ ഇവിടുന്ന് കളിച്ചിട്ടൊക്കെ ഉണ്ടാക്കും. അങ്ങനെയായിരുന്നു 3 വർഷം. വീട്ടുകാരും നമ്മുടെ പുറകിൽ വരുമോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സെലക്ഷനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ കേരളത്തിൽ എവിടെയായാലും പോകാറും ഇതൊക്കെ. അത് കാരണം അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ട് ഞാനൊരു ഉയർന്ന പോസ്റ്റിലെത്തുകയും എനിക്ക് തന്നെ ഒരു 5 സ്റ്റാഫോളം ഡ്രൈവറും അതുപോലെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ കളിച്ച് വന്നത് കാരണം ഇപ്പോൾ എന്നെക്കാട്ടി കളിക്കുന്ന പലരും I ലീഗ്. പക്ഷെ അവർക്ക് പെട്ടെന്ന് പൈസ കിട്ടും. ഇപ്പോൾ വിജയൻ തന്നെ നമ്മൾ ഒന്നിച്ച് കളിച്ചതാണ്. വിജയൻ ഇപ്പം എൻ്റെ താഴെയുള്ള റാങ്കിലാണ്. പക്ഷെ അദ്ദേഹത്തിന് സിനിമയും ഉദ്ഘാടനം ഒരു ഫംഗ്ഷനൊക്കെ പോയാൽ ഒരു 50,000 പൈസ കിട്ടും ഇഷ്ടം പോലെ. ശരിക്ക് ബോർഡിൽ കമാൻഡൻ്റ് റിട്ടയർഡ് ആകേണ്ട വ്യക്തിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ബാച്ചിലെ എല്ലാവർക്കും എൻ്റെ എല്ലാവരും ആശംസകൾ നേരുന്നതോടൊപ്പം വരും വർഷങ്ങളിൽ ഇതിന് നല്ല രീതിയിൽ ഗെറ്റ് ടുഗദർ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ സൽമാനീഷ്. 3 കുട്ടികൾ, 2 പെൺകുട്ടികളും 1 ആൺകുട്ടി. ചൊവ്വക്കാവീട്. 2 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു. എൻ്റെ പേര് ധർമ്മരാജ്. വീട് പാതിരപ്പറമ്പ്, മേലച്ചുവ. പണ്ടും അവിടെ തന്നെയാണ്, ഇപ്പോൾ അവിടെ തന്നെ. എൻ്റെ ഭാര്യേൻ്റെ പേര് സോന. എനിക്കൊരു മോളാണ്. അവൾ BTech കഴിഞ്ഞ് ഇപ്പം ബാംഗ്ലൂരിൽ ഒരു 6 മാസത്തെ കോഴ്സിന് വിട്ടുള്ളത്. ഈ മാസം ലാസ്റ്റ് കഴിയും. പിന്നെ വേറെ എന്താ പറയുന്നത്,
പല അഭ്യാസവും നടത്തി ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നു. കാരണം ഒരു 5 കൊല്ലം സൗദി അറേബ്യയിൽ, ഒരു 20 കൊല്ലം മദ്രാസിൽ, പിന്നെ നാട്ടിൽ. സ്വസ്ഥമല്ല, അപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം. അപ്പോൾ ഒരു സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങി, അതും കൊണ്ടുള്ള ഓട്ടം. എൻ്റെ അമ്മമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മമ്മൻ്റെ പേര് അനീത. അനീത അമ്മമ്മ നല്ലോണം കുത്തക. കുറെ പേർക്ക് എന്നെ അറിയില്ല, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ. ഞാൻ ശ്രീലങ്ക സുന്ദരിയായ അമ്മയുടെ മോളാണ്. ഓക്കെ, എൻ്റെ പേര് രജിത. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കുറെ 2022 എനിക്ക് എൻ്റെ പപ്പയുടെ നഷ്ടപ്പെട്ടു. അപ്പം അത് തൊട്ട് എൻ്റെ അമ്മ എപ്പോഴും കരയുന്നതും ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ അമ്മയുടെ ഒരു എനർജി ഞാൻ കണ്ടു. ആ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ സുന്ദരിമാരെ ഞാൻ ചേച്ചിനെ വിളിക്കണം, ആന്റീനെ വിളിക്കണം, അങ്കിളിനെ വിളിക്കണം, ചേട്ടാന്ന് വിളിക്കണം, എനിക്ക് അറിയില്ല എങ്ങനെ വിളിക്കണം. അങ്ങളെ എന്ന് വിളിക്കാം. പിന്നെ എന്താ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന രജിതേട്ടൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താ പറയാന്നറിയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടത്തിൽ കൂടെ ഒക്കെ നമ്മൾ പോകുന്നതാണ്. പക്ഷെ അതിൽ നമ്മുടെ രജിതേട്ടന്റെ ലൈഫൊക്കെ അമ്മ എനിക്ക് പറഞ്ഞു തന്നപ്പം ഞാൻ എത്ര കറേജുള്ള ആളാണെന്നൊക്കെ ഞാൻ ഒരുപാട് മനസ്സിലായി. ഇങ്ങനത്തെ ധൈര്യം എല്ലാവർക്കും കിട്ടില്ല രജിതേട്ട. അപ്പം ഫസ്റ്റ് സുനിയായിട്ട് സ്പീച്ച് വന്നപ്പം പറഞ്ഞു ഈ ഗ്രൂപ്പ് എങ്ങനെയാണ് ഫോം ചെയ്തത്. അത് കേൾക്കാൻ രജിതേട്ടൻ വന്നില്ല, ലേറ്റ് ആയി പോയി, സാരല്ല. അപ്പം ആ ഒരു സ്പീച്ചൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ആവാൻ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോ ആൾക്കാർ ഇവിടെ ഓരോ വിഷമങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പൊ ഇന്ദിരാണ്ടി പറഞ്ഞു എല്ലാ വർക്കിലെ സ്ട്രെസ്സും കഴിഞ്ഞ് നമ്മൾ രാത്രി ഇരിക്കുമ്പോഴാണ് ഗ്രൂപ്പിലെ ഓരോ ഇൻഫർമേഷനും വിശേഷങ്ങളും ഒക്കെ അറിയുന്നതെന്ന്. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രാത്രി ടെൻഷനൊക്കെ മാറി എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ഒരുപാട് സന്തോഷം വരും. അപ്പൊ അത് പറയുന്നത് രഞ്ജിത്തേട്ടനും ആ ഒരു സർക്കംസ്റ്റൻസ് കൂടെ പോകുന്ന ഒരാളാ. അപ്പം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പം എല്ലാവരുടെയും ശബ്ദവും നമ്മുടെ എന്താ പറയാ എനർജറ്റിക് ആയി ഗ്രൂപ്പിലെ താരം വേണമെങ്കിൽ പറയാം നമ്മുടെ അനിതാണ്ടി. അപ്പൊ എപ്പോഴും ആ ഒരു എനർജി ഞാൻ വിളിക്കുന്നത് കേൾക്കുമ്പോൾ സ്നേഹത്തോടെ വിളിക്കും, മക്കളെ വാ, എന്താ പറയാ എന്തായാലും പറഞ്ഞാൽ മക്കളെ വാ, ഞാൻ വന്നു. ആ ഒരു വിളിയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അപ്പൊ അമ്മയൊക്കെ ആ വിളി കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഷാനാൻഡി മുംബൈയിലെ വന്നിരിക്കുകയാണ് എന്താ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു എനർജിയാണ് നമുക്ക് വേണ്ടത്. കാരണം ഒരു 10th ഒക്കെ എൻ്റെ അമ്മയുടെ കല്യാണം വളരെ നേരത്തെ കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ കുട്ടിക്കാലത്ത് ആ സ്വപ്നങ്ങളും നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച സമയം ഇപ്പൊ ഞാനൊക്കെ ഇത്ര വലുതാണെങ്കിലും അമ്മ നോക്കുന്നുണ്ടോന്ന് ഞാനൊക്കെ ഇപ്പോഴും ചെറുതാണെന്നാ. പക്ഷെ ആ ഒരു വയസ്സില് അമ്മയൊക്കെ നമ്മളെ പ്രസവിച്ച് വലുതാക്കി ജോലിക്ക് രാവിലെ എണീച്ച് 4 മണിക്കൊക്കെ എണീച്ചിട്ട് എന്നെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും മാറ്റി സുഹൃത്ത് ബന്ധം, ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് വാല്യൂ ഉള്ള ഇതാണ്. നമുക്ക് സ്കൂളില് നമുക്കൊരു ഫ്രണ്ട്സിനെ കിട്ടാന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ വേറെ, അത് ഫാമിലിയിലെ കിട്ടില്ല. നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യം ഉണ്ടാവും ഫാമിലി മെമ്പേഴ്സിനോട്, പക്ഷെ അത് നമുക്കൊരു ഫ്രണ്ട്സിനോട് പറയാൻ പറ്റും, ഇല്ലേ? പറഞ്ഞത് ശരിയല്ലേ? അപ്പം ആ ഒരു ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പം ആ ഒരു എന്താ പറയാ ആ ഒരു എനർജി ഇപ്പൊ എന്റെ അമ്മയ്ക്ക് തന്നെ എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇന്ദിരാണ്ടി, ഷാനാൻഡി, അനന്താൻഡി ആരൊക്കെയാ വിളിക്കുക എനിക്കറിയില്ല. അമ്മ വിളിച്ച് സംസാരിച്ച് രഞ്ജിത്തേട്ടൻ പറയാൻ പറ്റില്ല കേട്ടോ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ വലിയൊരു കൈയ്യൊന്ന് കൊടുത്തേ ഇവിടെ ഒരാൾക്ക്. ഈ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടുന്നു, എല്ലാവരും വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഇതൊക്കെ വെച്ചാൽ ഈസിയായ ടാസ്ക് ഇല്ല. നമ്മളൊക്കെ ഇന്ന് ഈസി ആയിട്ട് ഇവിടെ വരുമ്പം ഇതിന്റെ ബിഹൈൻഡ് ദ സ്ക്രീനില് നമ്മുടെ മെയിൻ വേറൊരു താരം ഇവിടെ നമ്മുടെ സുനിയങ്ങൾ എന്ത് വെക്കണം എനിക്കറിയാം, എപ്പോഴും കൺഫ്യൂഷൻ കേട്ടോ. അപ്പം ഇവരൊക്കെയാണ് മെയിൻ ആൾക്കാർ ഈ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ആൾക്കാരെ വിളിക്കുക, കണ്ടുപിടിക്കുക, എവിടെയാ ഉള്ളതെന്ന് അറിയാം. നമ്മുടെ ബാക്കിലിരിക്കുന്ന സുന്ദര, നമ്മുടെ ശ്രീനന്ദി, നമ്മുടെ രഞ്ജിതന്റെ വൈഫ് ഇവിടെ വന്നിട്ടില്ലേ? ഇന്ന് വന്നിട്ടില്ല. ഓക്കെ, നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വരുന്ന. പക്ഷെ എല്ലാരെയും കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു ഇത് നമുക്ക് ഭയങ്കര കഷ്ടമുള്ളായിരുന്നു. അങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്താ പറയാ, എല്ലാവരും കോണ്ടാക്ട് ചെയ്ത് ഈ ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്ത് ബുക്ക് ചെയ്ത് എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് അതൊക്കെ ഒരുപാട് എന്താ പറയാ ഇൻസൈഡിൽ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കാര്യങ്ങളാണ്. അപ്പം അതിനൊക്കെ വലിയൊരു കൈയടി, എല്ലാവർക്കും വേണ്ടി വലിയൊരു കൈയടി. പിന്നെ നമ്മുടെ ഇപ്പൊ നമുക്ക് നല്ലൊരു സ്പീച്ച് തന്നു
എന്താ പറയാ എത്ര വിനയത്തോടെ ഇരിക്കുന്നേ നോക്കിയേ. യെസ്, ഭയങ്കര വിനയത്തോടെ ഇരിക്കാൻ നമുക്ക് നല്ലൊരു സ്പീച്ചൊക്കെ തന്നു, പ്രോത്സാഹനം തന്നു. എന്താ പറയാ എല്ലാവരുടെ സമയം മാറ്റിവെച്ച്, വിലപ്പെട്ട സമയം മാറ്റിവെച്ചിട്ട് സുന്ദര നമ്മുടെ ലതാന്റെയൊക്കെ ഇവിടെ ഇരുന്നാല് പുഞ്ചി തന്നുകൊണ്ടിരിക്കുക. ഈ സന്തോഷം എന്ത് നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ്. എല്ലാവരും ഈ ഗ്രൂപ്പ് വിടാതെ എപ്പോഴും, ഇനി കുറെ പേരുണ്ട് ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നിൽക്കാതെ ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ എല്ലാ ചേട്ടന്മാരും എല്ലാ അമ്മമാരും എല്ലാവരും എന്താ പറയാ കൂട്ടായ്മയോടെ ഒത്തൊരുമയോടെ ഇനി പല പല പരിപാടികൾ വരുന്നുണ്ട്. ഓണം വരുന്നുണ്ട്, വിഷു വരുന്നുണ്ട്, എന്താ പറയാ എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ഈ ഗ്രൂപ്പ് ഇനിയും ഒരുപാട് വർഷം നിലനിൽക്കട്ടെ എന്നാണ്. പോയ കാലം കാറ്റിലക്കരെ കൊഴിഞ്ഞു വീണ മോഹം കടലിലക്കരെ ഓമലളേ ഓമലളേ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ നീനുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞുപോയ കാലം കാറ്റിലക്കരെ കൊഴിഞ്ഞു വീണ മോഹം കടലിക്കരെ ഓമലളേ ഓമലളേ നിന്നയോർത്ത് കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയ ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയ ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. ദേവിയായി വന്നണഞ്ഞ എൻ്റെ സ്വപ്നമേ, ദേവിയായി വന്നണഞ്ഞ എൻ്റെ സ്വപ്നമേ, നീ കരയരുതേ എന്നെയോർത്ത് തേങ്ങരുതേ നീ. കഴിഞ്ഞു പോയ കാലം കാറ്റിലക്കരെ കൊഴിഞ്ഞു വീണ മോഹം കടലിക്കരെ ഓമലളേ ഓമലളേ നിന്നയോർത്ത് കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിഴയുന്നു ഞാൻ. മഞ്ഞളയിൽ തൂടി വന്ന തിങ്കളല്ലയോ, പ്രിയ തമ്പുരുവിൽ മീട്ടിത്തന്ന രാഗമല്ലയോ, എൻ മനസ്സിലൂടെ ഓടി വന്ന എൻ്റെ സ്വപ്നമേ, നീ കരയരുതേ എന്നെയോർത്ത് തേങ്ങരുതേ നീ. കഴിഞ്ഞു പോയ കാലം കാറ്റിലക്കരെ കൊഴിഞ്ഞു വീണ മോഹം കടലിക്കരെ ഓമലളേ ഓമലളേ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ഇതിലയ താളങ്ങൾ ഒതുങ്ങി നിന്നു ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. യുഗകൽപ്പനയുടെ കല്ലിനു പോലും യുവഗായികയുടെ ദാഹങ്ങൾ ഒരു പുനർജന്മത്തിൽ ചിറകു നൽകി അവർ സ്വയം മറന്നങ്ങനെ പറന്നുയർന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നിർത്തിയ കമ്പളമായി ആദ്യ സമാഗമമായി സുത അമര വിനോദ ലംബോദര ലഘുമികര
സകല വിദ്യ ആദി പൂജിത സർവോത്തമ ഓം നമോ നമ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപനേ മിഴി തുറക്കൂ കഥന നിവാരണ കനിവിന്നുറവി കാട്ടിൽ നടുവിൽ വഴി തെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. എന്ത് തിന്നണം? എന്ത് തിന്നണം? എപ്പോ തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണം? എങ്ങനെ തിന്നണം? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണം. സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണം. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എപ്പോൾ തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. ഇത് മൊത്തം പാടുപാടുപാടും. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. വിറ്റമിനങ്ങൾ മൊത്തം കൊഴുപ്പ് ധാതുക്കൾ തിന്നണപ്പാ. വെള്ളം നനച്ച് കൊടുക്കാനൊട്ട് മറന്ന് പോലപ്പാ. വിറ്റമിനങ്ങൾ മൊത്തം കൊഴുപ്പ് ധാതുക്കൾ തിന്നണപ്പാ. വെള്ളം നനച്ച് കൊടുക്കാനൊട്ട് മറന്ന് പോലപ്പാ. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ തിന്നണം. വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. മിന്നലക്ക് നടന്ന് നടന്ന് പഠിച്ചു തുടങ്ങപ്പാ. ആവശ്യം നോക്കി അന്നോടുത്തൊരു ശീലമാക്കപ്പാ. മിന്നലക്ക് നടന്ന് നടന്ന് പഠിച്ചു തുടങ്ങപ്പാ. ആവശ്യം നോക്കി അന്നോടുത്തൊരു ശീലമാക്കപ്പാ. പോഷകം തിന്നണപ്പാ. എന്ത് തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എന്ത് ആരോഗ്യമാണ് സമ്പത്തൊരു പണമെടുക്കപ്പാ. ആരോഗ്യമുള്ളൊരു ലോകരെ വാക്കെടുക്കപ്പാ. ആരോഗ്യമാണ് സമ്പത്തൊരു പണമെടുക്കപ്പാ. ആരോഗ്യമുള്ളൊരു ലോകരെ വാർത്തെടുക്കപ്പാ. എന്തു തിന്നണം? എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. എന്തു തിന്നണം? എപ്പോൾ തിന്നണം? എങ്ങനെ തിന്നണപ്പാ? സമയമെടുത്ത് വിശക്കുമ്പോൾ മാത്രം പോഷകം തിന്നണപ്പാ. പിന്നിൽ കുറേ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളെല്ലാവരും ഒന്നുകൂടി കാണുക, നമുക്കെല്ലാവർക്കും വീണ്ടും സംവദിക്കാനുള്ള വേദി ഒരുക്കുക എന്നൊക്കെയുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതുവഴി എന്തെങ്കിലും, നമ്മളൊരു മനുഷ്യ സ്നേഹിയായതുകൊണ്ട് ഇതുവഴി നമുക്ക് എന്തൊക്കെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ഓരോ വ്യക്തികളും എല്ലാവർക്കും ഇന്ന വ്യക്തി എന്നൊന്നുമില്ല, ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് പൊസിഷനിലിരിക്കുന്നു എന്നുള്ളതൊന്നുമല്ല,
ഏത് പൊസിഷനിലായാലും ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നുള്ള ആയാലും പോലും ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിയുടേതായ ജോലികളും അവരുടേതായ സംഘടനകളും പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. അതിലുപരി അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ സംക്ഷിപ്ത രൂപം. അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്തെന്നുണ്ടെങ്കിൽ ഞാൻ 2-3 പ്രാവശ്യം സുനിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. അപ്പോൾ സുനിയുടെ എല്ലാ അഭിപ്രായം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചാരിറ്റി ചെയ്തുകൂടെ, അതല്ലെങ്കിൽ നമുക്ക് കൾച്ചറൽ പ്രോഗ്രാം നടത്തണം, നമുക്ക് ആരോഗ്യ സെമിനാറുകൾ നടത്തണം, പിന്നെ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള അവശരായ ആൾക്കാർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ തുച്ഛമായ എന്തെങ്കിലുമൊക്കെ വരുമാനം ഇങ്ങനെയുള്ള സംഭാവനകൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ഫോൺ വഴി നമ്മൾ ചർച്ച ചെയ്തു എന്നല്ലാതെ നിങ്ങളുടെ മുന്നിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ നിങ്ങളാണ് അതിന് എല്ലാവരും അതിന് അഭിപ്രായം പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യക്തിപരമായ അഭിപ്രായമല്ല, എൻ്റെയോ സുനിയുടെയോ മറ്റുള്ള ആരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങളില്ല ഇക്കാര്യത്തിൽ. നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ തീരുമാനത്തിലെടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇനി ഒരു പ്രോഗ്രാം, അതായത് ഇതേപോലുള്ള ഇതിപ്പോൾ തൽക്കാലം ഇതിനൊരു ഔപചാരികതയൊന്നുമില്ല അല്ലേ സുനി? ഇത് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്നൊരു കൂടിച്ചേരൽ മാത്രമാണ്. എല്ലാവരും കൂടി ഇരിക്കുക, ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഈവൻ പരിചയമില്ലാത്ത ആൾക്കാർക്ക് പരിചയപ്പെടാനുള്ളൊരു വേദിയും കൂടിയാണ് ഇന്നുണ്ടായത്. അപ്പോൾ അടുത്തത് അങ്ങനെയല്ല. അടുത്തത് നമ്മൾ കുറച്ച് കൂടിയിട്ട് ഇപ്പം നമുക്ക് അത്രയും ആൾക്കാരില്ല. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിറഞ്ഞ സദസ്സ് എന്ന് പറയാനൊന്നും ഇല്ലല്ലോ നമുക്ക്. അത്രയും ആൾക്കാർ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 75 ആൾക്കാരെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പം വളരെ ചുരുങ്ങിയത് അതിൻ്റെ പകുതി പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് മുഖാന്തരം അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ കുറച്ച് ആൾക്കാരെയും കൂടിയിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മളൊരു ഗ്രൂപ്പ് നല്ലൊരു ഗ്രൂപ്പാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമുക്ക് എന്താണ് അണ്ണാക്കണ്ണാനും തന്നാലാവതെന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും സംതിങ് ചെയ്യാൻ പറ്റും. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇത് വെച്ചിട്ട് ഈ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് വലിയ കൾച്ചറൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ റിയാലിറ്റി ഷോസോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വലിയ റിലീഫ് പ്രവർത്തനങ്ങളോ ചെയ്യാനുള്ള ഒന്നല്ല. ദൈവം സഹായിച്ചിട്ട് അങ്ങനെ പറ്റുകയാണെങ്കിൽ ഓക്കെ, നമുക്കത് ഫ്യൂച്ചറിൽ നമുക്ക് അങ്ങനെ ആ ഒരു ലെവലിൽ എത്തുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അത്രയൊന്നും മോഹിക്കാനുള്ളതൊന്നുമില്ല. നമ്മൾ ആകെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് നമ്മളിപ്പോൾ എങ്ങനെ സംക്ഷിപ്തമാക്കി കഴിഞ്ഞാലും ഒരു ഏറി വന്നാൽ ഒരു 50 ആൾ ആ ഒരു ഇതിൽ നമ്പറിൽ നിൽക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയുമുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുകയും കൂടുതൽ ആൾക്കാരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും അവരെക്കൊണ്ട് ചർച്ച. വേറൊരു കാര്യം നേരത്തെ ഇപ്പോൾ സാന്ദർഭികമായിട്ട് പറയാം, ജഗദീഷ് പറഞ്ഞു വെച്ചൊരു കാര്യം, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയൊരു മീഡിയേറ്ററാണ്. നമ്മളൊരു മീഡിയയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സംവദിക്കാൻ പറ്റുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു മാധ്യമമാണ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയറി നിന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റണം. അതെങ്ങനെ പറ്റുക? ജഗദീഷ് പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, പലരും ഈ വേദിയിലേക്ക് വരാത്തതിൻ്റെ മെയിൻ കാരണം ഈ ഒരു കാരണമാണ്. ഞാൻ തുറന്നു പറയാം, ഈ ഇത്തരം നമ്മൾ വളരെ പ്രായം ചെന്ന ആൾക്കാരായിപ്പോയി. ഇപ്പം ചെറിയ കുട്ടികളൊന്നുമല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ല, നമ്മൾ ഏജ്ഡായി. അപ്പോൾ ആ ഒരു പക്വത ഇനി മുതൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കാണിക്കണം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്തിയടി, നീ പോയടി, ഞാൻ വന്നടി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ പരമാവധി കുറയ്ക്കുക. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ വോയിസ് റെക്കോർഡുകൾ കുറേ കടകടാന്ന് വന്നുകൊണ്ടിരിക്കുക. ഒരാൾ വന്നെന്ന് പറയാം, മറ്റൊരാൾ ഞാൻ ഇപ്പം വരും എന്ന് പറയാം, മറ്റൊരാൾ ഞാൻ പിന്നെ ചപ്പാത്തി വറുത്തതെന്ന് പറയാം, മറ്റൊരാൾ ഫ്ലാസ്കിൽ ഇട്ടോളെന്ന് പറയാം, മറ്റൊരാൾ ഞാൻ കറി ഉണ്ടാക്കാൻ പോയി, പച്ചമുളക് എടുക്കാൻ പോയി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇതുവരെ പോയത് പോയി, കുഴപ്പം അല്ല. ഓക്കെ, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, സത്യമായിട്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. അത് ഇത്രയും ദിവസം നല്ല രസമുണ്ടായിരുന്നു കുറച്ചൊക്കെ. പക്ഷേ പലർക്കും അതൊരു അരോസരമായിപ്പോയി. രസം കുറേ ആൾക്കാർക്ക് ഉണ്ടായെങ്കിലും മറ്റു പലർക്കും അതൊരു ശല്യം പോലെ ആയിപ്പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഫുള്ളാവും ഒന്നാമത്തത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുനീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ എണീച്ച് നോക്കുമ്പോൾ 400 ചില്ലറ മെസ്സേജുകളുണ്ട്. അപ്പോൾ 400 ചില്ലറ മെസ്സേജിൽ ഏതാണ് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വോയിസ് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ നമുക്കറിയാം? ഇന്ന മെസ്സേജ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയണമെങ്കിൽ ഈ 400 ചില്ലറ മെസ്സേജ് നമ്മൾ കേൾക്കേണ്ടി വരും. നമുക്കവിടെ സമയം. അപ്പോൾ നമുക്ക് കുറേ ഗ്രൂപ്പുകളുണ്ട്, കുറേ ചർച്ചകൾ. നമ്മൾ വേറെ പല ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവും, സംഘടനകളുടെ ഗ്രൂപ്പുകളുണ്ടാവും, മറ്റ് മതപരമായ ഗ്രൂപ്പുകളുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളുണ്ടാവും. അതിലെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെയാണോ ഇതെല്ലാം കേൾക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കൺട്രോൾ വരുത്തണം. നേരത്തെ സാറെ പേരെനിക്ക് അറിയില്ല, എന്താണ്? രവി സാർ.
ഇവിടെ ഒരു പാട്ടുപാടുണ്ടായി. എന്നെ വളരെയധികം ആകർഷിച്ച ഒരു സംഭവമാണത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി പിന്നെ ഫസ്റ്റിൽ പറയേണ്ടത് ഫസ്റ്റിൽ തുടങ്ങേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പം തുടങ്ങുകയാണ്. എൻ്റെ പേര് അബ്ദുൾ റഷീദ് എന്നാണ്. താഴെച്ചുവക്കായിരുന്നു വീട്. അപ്പോൾ ഞാൻ ചൊവ്വ സ്കൂളിൽ പഠിക്കുന്നത്. ഇപ്പോൾ രഞ്ജിയും പിന്നെ സജീവനൊക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ താഴെച്ചുവക്കുന്ന ചൊവ്വ സ്കൂളിലേക്ക് വരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മണീൻ്റെ ബെല്ല് അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. കാരണം പണ്ടെല്ലാം ഈ പിന്നെ ബുക്കുകൾ അടുക്കി വെച്ചിട്ട് എലാസ്റ്റിക് ഇങ്ങനെ ഇട്ടിട്ട് കൊക്ക കൊളത്തിയിട്ടിട്ട് എടുത്ത് പായാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ എടുത്ത് കുത്തി എല്ലാം റെഡിയാക്കിയിട്ട് എലാസ്റ്റിക് ഇട്ടിട്ട് എടുത്ത് തോളിൽ വെച്ചിട്ട് ഒറ്റ ഓടലാണ് ബെല്ലടിക്ക് കേൾക്കുമ്പോഴേക്കും. അപ്പോൾ അടുത്ത് വരുന്ന ഗേൾസ് ആരെല്ലാന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെയൊന്നും നമുക്ക് പരിചയമില്ലാത്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ വന്നു. പിന്നെ അതിനുശേഷം പിന്നെ പ്രീ ഡിഗ്രിക്ക് പോയി. SSLC പാസ്സായി. പ്രീ ഡിഗ്രി കഴിഞ്ഞു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോയി. NCVT എഴുതിയെടുത്തു. അങ്ങനെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ നിന്ന് ഒരു 10-20 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഒരു കമ്പനി ഫോം ചെയ്തു. സ്മാർട്ട് ഹോംസ് എന്നാണ് കമ്പനിയുടെ പേര്. അതിൽ GM ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ കൺസ്ട്രക്ഷൻ രംഗത്താണ് നിൽക്കുന്നത്. കുറേ വീടുകളെടുത്താൽ എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സജീവനറിയാം, മസൂദിനറിയാം, രഞ്ജിക്കറിയാം, ജഗദീഷിനറിയാം. ജഗദീഷൊക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ആണ് നമ്മുടെ ഇത് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോരുത്തരും ഇവിടെ വന്നിട്ട് തൻ്റെ SSLC ജീവിതത്തിന് ശേഷം എന്തുണ്ടായി എന്നുള്ളത് കൂടി ഇവിടെ പറഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ BNI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ശരിക്കും അറിയില്ല BNI. ഈ BNI എന്താണെന്ന് അറിയുമോ? BNI എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ അതിന് പൈസ അടയ്ക്കണം. 10,000-1 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ ഒരു സംഭവമായിട്ട് അവിടെ ഉണ്ടാവും. അത് പല ടൂറ് പോകാനും മറ്റുള്ളതിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്താണെങ്കിൽ, ഞാൻ കൺസ്ട്രക്ഷൻ രംഗത്താണെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വീടെടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സമീപിക്കും. ഇപ്പോൾ വൈദ്യരംഗത്തുള്ളതാണ് സുനിൽ. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സുനിൽ സമീപിക്കും. മറ്റ് തൊഴിൽ മേഖലയിലുള്ള ആൾക്കാരുണ്ട്. ആ തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവരെ പോയി സമീപിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയാണ് BNIയിൽ ഉണ്ടായത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് വളരും. ഓരോരുത്തരുടെയും എന്താ പറയേണ്ട ബിസിനസ് രംഗത്തുള്ള ആ സംഭവം കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാർട്ടർ സിസ്റ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്, രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ വ്യക്തിക്കും ഉയർച്ചയാണ് ഉണ്ടാകുന്നത് എല്ലാ രംഗത്തും. അപ്പോൾ അതുപോലെ നമുക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ അതും ആവാം. ഫോർ എക്സാമ്പിൾ, എല്ലാ കാര്യത്തിലും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ജോലിയും ഓരോരുത്തരുടേതായ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഹാള് ഒരു കല്യാണ ആവശ്യത്തിന് വേണം. ഞാൻ എന്താ ചെയ്യുക? സുനിക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് സിദ്ദീഖ് എന്ന് പറഞ്ഞ ആൾ. അപ്പം ഞാൻ ഉടനടി സിദ്ദീഖിനെ വിളിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ടാണല്ലോ നമുക്കിത് അറിഞ്ഞത്. അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും പിന്നെ എന്തൊക്കെയാണോ ആവശ്യം, ആ ആവശ്യങ്ങൾ പരസ്പരം നമ്മൾ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്തിട്ട് ഫോൺ വിളിച്ചിട്ട് മറ്റുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വേറൊരു പ്രത്യേകമായിട്ടുള്ള ഒരു നമുക്ക് കാര്യമാണ്. നമുക്ക് ഇതിനെ കിട്ടുന്ന ഗുണങ്ങളാണത്.
Fire,